എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗെറ്റ് സെറ്റ് ബേബി, ജിംഖാന, പ്രിൻസ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് പടക്കളം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സുരാജ്, ഷറഫുദ്ദീൻ, സന്ദീപാണ് പടക്കളം സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ഫാന്റസി മൂവിയാണ്. ഇതുവരെ മലയാളത്തിൽ ഇതുപോലത്തെ ഒരു സിനിമ വന്നിട്ടില്ല. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണമാണ് പടക്കളം സിനിമ നേടിയെടുത്തത്. ഇപ്പോഴത്തെ ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്നലത്തെ അപ്ഡേറ്റിൽ നമ്മളിത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ 12 മണിക്ക് ശേഷമാണ് പടക്കളം സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് കേസരി ചാപ്റ്റർ 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാധവ്, അക്ഷയ് കുമാറാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. എവറേജ് അഭിപ്രായമാണ് കേസരി സിനിമ നേടിയെടുത്തത്. ഇപ്പോഴത്തെ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ജൂൺ മാസം 13-നാണ് OTT റിലീസ്. ഹിന്ദി, ഇംഗ്ലീഷ് വെർഷൻ മാത്രമേ വരികയുള്ളൂ. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് ചെക്ക്മേറ്റ് സിനിമ നേടിയെടുത്തത്. അനൂപ് മേനോനും ലാലുമാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറാണ് ചെക്ക്മേറ്റ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ മാസം 25-ന് മുന്നേ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് 11 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. നല്ല അഭിപ്രായമാണ് 11 സിനിമ നേടിയെടുത്തത്. നല്ലൊരു ത്രില്ലർ സിനിമയാണ് 11. ഈ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ജൂൺ മാസം 13-നാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു വേല. 2023-ലാണ് വേല സിനിമ റിലീസായത്. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണമാണ് വേല സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ടും OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ മാസം 25-ന് മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. ഇതൊരു കോമഡി മൂവിയാണ്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. കമ്മീഷൻ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകനായ സിനിമയായിരുന്നു സർക്കിട്ട്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഒരു ചെറിയ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ സർക്കിട്ട് സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് സർക്കിട്ടിൻ്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 20-ന് മുന്നേ സർക്കിട്ട് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023-ൽ നിവിൻ പോളി നായകനായ സിനിമയായിരുന്നു രാമചന്ദ്ര. അന്ന് സിനിമയ്ക്ക് എവറേജ് അഭിപ്രായം ലഭിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. ആക്ഷൻ, കോമഡി എല്ലാം നിറഞ്ഞ മൂവിയാണ് രാമചന്ദ്ര. പക്ഷെ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ മാസം 29-ന് മുന്നേ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും ബസൂക്കയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. മമ്മൂട്ടി മികച്ച അഭിനയമാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ബസൂക്കയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഉടനെ തന്നെ C5-ൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കൂടുതലും ഈ വീക്കിലായിരിക്കും ബസൂക്ക സിനിമ C5-ൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി റൊമാൻറ്റിക്കൽ മൂവിയാണ്. സാധാരണ ദിലീപ് സിനിമകൾ വിജയിക്കാറില്ല. വർഷങ്ങളായിട്ട് ദിലീപിൻ്റെ എല്ലാ സിനിമകളും പരാജയപ്പെടുകയാണ്. എന്നാൽ പ്രിൻസ് ആൻഡ് ഫാമിലി വിജയിച്ചിരിക്കുകയാണ്. 30 ദിവസം സിനിമ തിയേറ്ററുകളിൽ പിന്നിട്ടു. ഇപ്പോഴത്തെ സിനിമയുടെ OTT അവകാശവും വിറ്റുപോയിരിക്കുകയാണ്. C5 ആണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ OTT അവകാശം ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ജൂൺ മാസം 20-ന് C5-ലാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തത്. ഉണ്ണി മുകുന്ദനും നിഖില വിമലുമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. കോമഡി മൂവി ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തു. ഇപ്പോഴിതാ മനോരമ മാക്സ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുണ്ട്. സിനിമ സർപ്രൈസായിട്ട് ഇറക്കാനാണ് അവരുടെ പദ്ധതി. ഈ ആഴ്ചയായിരിക്കും ഗെറ്റ് സെറ്റ് ബേബി സർപ്രൈസായിട്ട് മനോരമ മാക്സിൽ വരുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സ്പോർട്സ് മൂവിയാണ്. അത്യാവശ്യം കോമഡിയും റൊമാൻസും സിനിമയിലുണ്ട്.
നസ്ലിൻ, സന്ദീപ്, ലുക്മാൻ അടക്കം ഒരുപാട് യുവതാരങ്ങൾ അഭിനയിച്ച സിനിമയാണ് ആലപ്പുഴ ജിംഖാന. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ജിംഖാനയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോണി ലീവാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 5-ന് സിനിമ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. പുതിയ ഡേറ്റ് വന്നിരിക്കുകയാണ്. ജൂൺ മാസം 13-നാണ് ജിംഖാനയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.